ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, പാലവേദിയിലെ പ്രിയ ടീച്ചർ മേഘ ടീച്ചർ, നമ്മുടെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ, പാലവേദിയിലെ കുഞ്ഞുമക്കളെ, ഗുരുസ്ഥാനീയരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചതയം മുതൽ ചതയം വരെ എന്ന തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് മഹാഗുരുവിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അവസരം അത് ഗുരുനിയോഗമായിട്ട് കാണുന്നു. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനാണ് ഗുരു. മടനാശൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച ആ സമയം മുതൽ തന്നെ ആ ഒരു അവതാര മൂർത്തിയുടേതായ എല്ലാവിധ പ്രത്യേകതകളും ഗുരുവിൽ ഉണ്ടായിരുന്നു. നാണുവിൽ വാരണാപ്പള്ളിയിൽ പഠിക്കുന്ന സമയത്തൊക്കെയും പ്രകടമായ ഒരുപാട് ആ ഒരു അവതാരമൂർത്തിയുടേതായ സവിശേഷതകൾ ആളുകൾ കണ്ടിരുന്നു. എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുവാനുള്ള ആ ഒരു അദ്വൈതത്തിൻ്റെതായ ചിന്താഗതിയും എല്ലാവരോടുമുള്ള അനുകമ്പയും ജീവകാരുണ്യവും ഒക്കെ കൊച്ചുകുട്ടിയായിരുന്ന സമയം മുതൽ നാണുവിൽ പ്രകടമായിരുന്നു. അഹിംസാധർമ്മം പാലിക്കുന്നവരെ എല്ലാ ജീവജാലങ്ങളും സ്വമാതാവിനെ പോലെ സ്നേഹിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ വ്രതം അഹിംസാ വ്രതമാണെന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറയുന്നുണ്ട്. കല്ലിനകത്ത് കൂടി വാഴുന്ന ഒരല്പ ജന്തു മുതൽ അല്ലിക്കുടത്തിലിരുന്ന് അമരുന്ന അമരേന്ദ്രൻ വരെ ആ ഈശ്വരന്റെ കൃപ കൊണ്ടാണ് വളരുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ പിണ്ടനന്ദിയിലെ വരികൾ കടന്നു പോകുന്നത്. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹമുണ്ടായിരുന്ന ഗുരു വാരണപ്പള്ളിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പശുക്കുട്ടികളെയൊക്കെ കാണുമ്പോൾ വലിയ സ്നേഹം കാണിച്ചിരുന്നു. വയൽവാരത്ത് പശുക്കൾ പ്രസവിച്ചാൽ കുട്ടികളെ കുടിപ്പിച്ച് വയറ് നിറഞ്ഞതിന് ശേഷമേ നാണു കറക്കുമായിരുന്നുള്ളൂ. നാണു പശുവിനെ കറന്നാൽ പാൽ വളരെ കുറവേ കിട്ടൂ എന്ന പരാതി അമ്മ കുട്ടിയമ്മ പറയാറുണ്ടായിരുന്നു. കാരണം കണ്ടുപിടിച്ചത് മാടനാശാനാണ് അതിന് കാരണം കണ്ടുപിടിച്ചത്. പശുക്കുട്ടി അകിട്ടിൽ മുട്ടിയും വാലാട്ടിയും ഉറിഞ്ചി കുടിക്കുന്നതും കടവായിൽ കൂടി പാൽ പത ഒഴുകുന്നതും കാണുന്നത് നാണുവിന് സന്തോഷമുളവാകുന്ന കാര്യമായിരുന്നു. പിന്നീട് പശുക്കുട്ടിയെ പിടിച്ചുമ്മ വെച്ച് മാറ്റിക്കെട്ടിയ ശേഷമാണ് അകിട് കഴുകി നാണു പശുക്കളെ കറക്കുക. അതാണ് പാലളവിൽ കുറയുന്നതെന്ന് മാടനാശാൻ ഒരു ദിവസം കണ്ടുപിടിച്ചു. ഈ രഹസ്യം അമ്മയെ ധരിപ്പിച്ചത് മുതൽ കുട്ടിയമ്മയോ മാടനാശാനോ പശുവിനെ കറന്നാൽ മതിയെന്ന് തീരുമാനമുണ്ടായി. വാരണപ്പള്ളിയിൽ ആര് കറക്കാൻ ചെന്നാലും ചവിട്ടുകയും കുത്തുകയും കാലെറിയുകയും മറ്റും സ്വഭാവമുള്ള ഒരു ചുമന്ന പശു ഉണ്ടായിരുന്നു. നാണു വാരണപ്പള്ളിയെ താമസമാക്കിയ അടുത്ത മാസമാണ് ഈ പശു വീണ്ടും പ്രസവിച്ചത്. വാരണപ്പള്ളി നാണു ഉപരിവിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവിടെ നാണു താമസിച്ച് പഠിച്ചിരുന്ന വീടാണ് കേട്ടോ വാരണപ്പള്ളി തറവാട്. അപ്പം അവിടുത്തെ പശുവിനെ പറ്റിയാണ് പറയുന്നത്. ആര് കറക്കാൻ ചെന്നാലും ചവിട്ടുകയും കുത്തുകയും കാലെറിയുകയും മറ്റും സ്വഭാവമുള്ള ഒരു ചുമന്ന പശുവിനെ പറ്റിയിട്ട്. വാലിലും നെറ്റിയിലും വെള്ള ചുട്ടിയുള്ള ഒരു പൂവാലി കിടാവിനെയാണ് ആ പശു പ്രസവിച്ചത്. കറവ് തുടങ്ങിയപ്പോൾ തൊഴുത്തിൽ ബഹളായി. കിട്ടൻ നാണുവിനെ ആ പശുവിൻ്റെ സ്വഭാവം മുഴുവനും ധരിപ്പിച്ചു. നാണു പറഞ്ഞു, കുട്ടിയെ ശരിക്കും കുടിപ്പിച്ച ശേഷം കറന്നാൽ പശു കറക്കാൻ സമ്മതിക്കുമെന്ന്. പശുവിൻ്റെ അകിടിൽ കുട്ടി വന്നു മുട്ടിയ ഉടനെ ആ കിടാവിനെ മാറ്റി തൊഴുത്തിൽ കാലിൽ പറ്റി കെട്ടിയ ശേഷമാണ് കറവക്കാരൻ കറവ തുടങ്ങുന്നത്. ഇതാണ് പശു കറക്കാൻ സമ്മതിക്കാത്തതെന്നാണ് നാണു മനസ്സിലാക്കിയത്. കറവക്കാരനോട് കിട്ടൻ നാണു പറഞ്ഞെങ്കിലും അവനത് കാര്യമാക്കിയില്ല. പതിവ് പോലെ കറവ തുടങ്ങുകയും കുത്തും ചവിട്ടും വാങ്ങി കറവ അവസാനിപ്പിക്കുകയും ചെയ്തു. പശുവിനെ കറക്കാൻ കഴിയാത്ത വിവരം കൃഷ്ണപ്പണിക്കരും മൂത്തമ്മയും പറയുന്നത് കേട്ടപ്പോൾ നാണു പറഞ്ഞു, പാവം, ആ പശു കറക്കാൻ സമ്മതിക്കുമല്ലോ, അതിനെ ദ്രോഹിച്ചിട്ടായിരിക്കും കറക്കാൻ സമ്മതിക്കാത്തത്. ശരി, ഇനി കറക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ തൊഴുത്തിൻ്റെ അടുത്തൊന്ന് നോക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ കറവക്കാരൻ കറവ തുടങ്ങിയപ്പോൾ നാണു തൊഴുത്തിൻ്റെ തിണ്ടിൽ വന്നിരുന്നു. പശു ഒരു ശാഠ്യവും കാണിച്ചില്ല. കുട്ടിയെ കുടിപ്പിച്ച് മാറ്റിക്കെട്ടാൻ നാണു പറഞ്ഞു. നാണു പശുവിൻ്റെ നെറ്റിയിൽ തടവി ഇങ്ങനെ പറഞ്ഞു,
കുട്ടി കൂടുതൽ പാല് കുടിച്ചാൽ വയറിളകും. ഞങ്ങളും കുറച്ച് പാൽ കറന്നെടുത്തോട്ടെ. കറവക്കാരൻ കറന്നുകൊണ്ടിരുന്നു. പശു ഒന്നും ചെയ്തില്ല. ഇതാ വീട്ടിലും പരിസരങ്ങളിലും അത്ഭുതത്തിന്റെ അലയൊഴി മുഴക്കി. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നാണു അത്ഭുത പുരുഷനായി തോന്നി. കറവക്കാരൻ എന്നും നാണുവിനോട് അനുവാദം വാങ്ങി കറക്കാൻ തൊഴുത്ത് കടന്നിരുന്നുള്ളൂ. വാർണപ്പള്ളിയിൽ ഒരു കറുത്ത കാളയുണ്ടായിരുന്നു. അവനെ വിത്തുകാളയായും പൂട്ടാനും ഉപയോഗിച്ചിരുന്നു. മൂക്കുകയർ കഴുത്തിലെ കയർകുടുക്കിനോട് കൂട്ടിക്കെട്ടി മാത്രമേ അവനെ പുറത്തിറക്കാറുള്ളൂ. ഒരു ദിവസം പൂട്ടാൻ വേണ്ടി തൊഴുത്തുനിന്ന് അവനെ പുറത്തിറക്കി. അടുത്ത പുരയിടത്തിൽ ഒരു പശു പുളപ്പിളകി നിൽക്കുന്നുണ്ടായിരുന്നു. ആരും മനസ്സിലാക്കിയില്ല അത്. കാള അത് മനസ്സിലാക്കി സർവ്വശക്തിയും എടുത്ത് ഓടി കയറ് പിടിച്ചിരുന്ന കന്നുകൂട്ടുകാരൻ്റെ കാലിൽ കയർ ചുറ്റി അവൻ മറിഞ്ഞു വീണു. കയറോടുകൂടി 2-3 ഉരുണ്ടു. മൂരിയുടെ ഓട്ടത്തിനൊപ്പം കുറെ ദൂരം തെറിച്ചു വീണു. കരച്ചിലും ബഹളവുമായി മൂരി പശു നിന്ന സ്ഥലത്തെത്തി ഇണചേർന്നു മതിച്ചു നിന്നു. അവനെ അമർത്താൻ ആർക്കും കരുത്തില്ലായിരുന്നു. പൂട്ടാൻ കൊണ്ടുപോയില്ലെങ്കിലും തൊഴുത്തിലാക്കിയാൽ മതിയായിരുന്നു. കന്നുകൂട്ടുകാരൻ ശരീരത്തിൽ കയർ ചുറ്റി ഉരഞ്ഞ് തൊലി പോയി രക്തത്തിൽ കുളിച്ചിരുന്നു. എല്ലാവർക്കും കറുത്ത കുട്ടനെ ഭയമാണ്. ഒരാനയുടെ വലുപ്പവും ശക്തിയും ഉണ്ടവന്. തലയുയർത്തി അവനൊന്ന് നോക്കിയാൽ മതി, ആ ചോര കണ്ണിൽ തീ പറക്കുന്നത് കാണാം. ഘനവും നീളവുമുള്ള അവൻ്റെ 2 കൊമ്പുകളും മേൽപോട്ട് വളഞ്ഞിട്ടാണ്. അവൻ്റെ ആകൃതി പോലെ ക്രൂരവും കറുത്തതുമാണ് അവൻ്റെ ഹൃദയമെന്ന് ആർക്കും മനസ്സിലാക്കാം. വാർണപ്പിളിയിലെ കറുത്ത കുട്ടൻ കയറുമായി ഓടിയ വിവരം അറിഞ്ഞ അയൽവാസികൾ പുരയിൽ കയറി വാതിലടച്ചു. കുട്ടികളെ പിടിച്ച് വീടിനകത്താക്കി. ഒരാന മതിച്ചാലുള്ള ബഹളവും കോലാഹലവുമായി. അറിഞ്ഞെത്തിയവരെല്ലാം ദൂരെ നിന്ന് അവൻ്റെ പരാക്രമവും വിക്രിയകളും നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ. നാണുവും സതീർത്ഥ്യരും രാവിലത്തെ പ്രാതൽ കഴിഞ്ഞ് കളരിയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. മൂത്ത പണിക്കെത്തി കോലായിൽ നിന്ന് തിരപ്പറക്കുകയാണ്. അയ്യോ, ഇനി എന്തു ചെയ്യും? കുട്ടനെ ആര് തൊഴുത്തിൽ കയറ്റി കെട്ടും? കുട്ടികളെ, നിങ്ങളാരും അവൻ നിൽക്കുന്നിടത്തേക്ക് പോകരുതേ. അവൻ മഹാകുറുമ്പനാണ്. ഇന്ന് അവന് ദേഷ്യം കൂടും. ഈ ബഹളവും ആപത്തും അറിഞ്ഞിരുന്ന നാണുവിൽ മാത്രം ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ചിലരെല്ലാം ഉദ്വേഗത്താൽ വിറയ്ക്കുകയും ചെയ്തിരുന്നെങ്കിലും നാണു പുസ്തകം കോലായിൽ വെച്ച ശേഷം മൂരി നിൽക്കുന്നിടത്തേക്ക് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ നടന്നുപോയി. സതീർത്ഥ്യരും മറ്റുള്ളവരും നാണു നാണു അങ്ങോട്ട് പോകല്ലേ പോകല്ലേ, നിന്നെ അവൻ തകർക്കും, പോകല്ലേ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിന്നു. നാണുവിന് ഒരു കൂസലും ഉണ്ടായില്ല. കുട്ടാ, എന്താ നീ പിണങ്ങിയോ? അയ്യോ കഷ്ടം, വരൂ വാ എന്ന് അടുത്ത് ചെന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടു ചൊറിഞ്ഞു. കുട്ടൻ ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ മൂക്ക് വക്രിക്കലും തലകുടയിലും കാലടിച്ചിലും കുടയിലും എല്ലാം മറന്ന പോലെ നിന്നു. നാണു അവൻ്റെ കഴുത്തിലെ കയർ ചുരുട്ടി കയ്യിലെടുത്ത് അവനെ തൊഴുത്തിൽ കൊണ്ടുചെന്ന് കെട്ടി കഞ്ഞി കൊടുത്തു. അത്ഭുതപൂർവം നോക്കി നിന്നവർ കുറേ നിമിഷങ്ങളോളം മൺപ്രതിമകളായി തന്നെ അങ്ങനെ നിന്നുപോയി. നാണു സതീർത്ഥ്യരൊത്ത് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ കളരിയിലെത്തി പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. അന്ന് കൃഷ്ണപ്പണിക്കര് തുറയിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കന്നുകൂട്ടുകാരൻ തൊഴുത്തിന്റെ തളത്തിൽ മൂടി പുതച്ചു കിടക്കുന്നത് കണ്ട് വിവരം അന്വേഷിച്ചറിഞ്ഞു. പണിക്കർക്കും ആശ്ചര്യമായി തോന്നി. നാണു ഉച്ചയ്ക്ക് ഊണിന് വന്നപ്പോൾ എല്ലാവർക്കും എന്തൊരു ആശ്വാസവും ബഹുമാനവുമായിരുന്നോ. പണിക്കർ ചോദിച്ചു, നാണു, നീ എങ്ങനെ ധൈര്യപ്പെട്ട് കുട്ടനെ തൊഴുത്തിൽ കൊണ്ടാക്കാൻ? അവൻ മഹാക്രൂരനാണ്. കന്ന് പൂട്ടാൻ അവനെ ഉപയോഗിക്കാതിരുന്നെങ്കിൽ മനുഷ്യരെ ബാക്കി വയ്ക്കില്ലായിരുന്നു. അവനൊരു ആനയുടെ ബലമുണ്ട്. നാണു സാഹസമാണ് ചെയ്തത്. പണിക്കരെ തൃപ്തിപ്പെടുത്താൻ എന്നോണം നാണു പറഞ്ഞു, കുട്ടനൊരു മനുഷ്യന്റെ ബുദ്ധിയുണ്ട്. ഞാൻ അവനോട് നീ പിണങ്ങിയോ, അയ്യോ കഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കാര്യം അവനും ബോധ്യമായതുപോലെ ഒതുങ്ങി നിന്ന് തന്നു. യാതൊരു പ്രയാസവും തോന്നിയില്ല തൊഴുത്തിലാക്കാൻ. പണിക്കരുടെ സന്തോഷവും വാത്സല്യവും സ്ഫുരിച്ച മുഖത്ത് നാണു നോക്കി നിന്നു നിർവികാരതയോടെ. നാണുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യം നിസ്സാരമാണെങ്കിലും വാർണപ്പിള്ളിയിലെ കറുത്ത കുട്ടൻ എന്ന കാളയെ ആർക്കും അറിയുന്നവർക്കെല്ലാം ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. അത്ര പ്രസിദ്ധനായിരുന്നു കറുത്തകുട്ടൻ എന്ന ആ കാള. കളരിയിലെ വിവരം അറിഞ്ഞപ്പോൾ ആശാനും തെല്ലൊന്ന് അമ്പരന്നു. ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചു. കുട്ടികൾക്കെല്ലാം നാണു ഒരു വീരപുരുഷനായി അനുഭവപ്പെട്ടു. കേവലം ഭക്തൻ മാത്രമല്ല, ശക്തൻ കൂടിയാണെന്ന് ബോധ്യപ്പെട്ടു. ആശാൻ മുമ്പ് മുതൽ നാണുവിൽ മുഗ്ധചേതസ്സായിരുന്നു. മറ്റു കുട്ടികളോട് നാണുവിനെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം എന്നും പറയുന്നതിൽ മറ്റുള്ളവർ വിസ്മയം കൂറിയിരുന്നു. എറുമ്പ് മുതൽ സർവചരാചരങ്ങളിലും ഒരുപോലെ കാരുണ്യവും അനുകമ്പയും ഒക്കെ ഗുരു സശരീരനായിരുന്ന കാലത്ത് പ്രകടിപ്പിച്ചിരുന്നു. നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുമുണ്ട്. മരുത്തോമലയിൽ തപസ് ചെയ്തപ്പോൾ പാമ്പും പുലിയും ആ ശരീരത്തിലൂടെ മുട്ടിയുരുമ്മിയും അങ്ങനെ പാമ്പൊക്കെ ദേഹത്തു കൂടി എഴിഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെ പറ്റിയിട്ട് പിന്നീട് പറഞ്ഞത്, അവർക്ക് നാം അവരെ ഉപദ്രവിക്കില്ല എന്ന ഒരു വിശ്വാസം. അത്
ഭഗവാനോട് അവർക്ക് പേടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ തിരിച്ചൊന്നും ചെയ്യാതിരുന്നതെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. എറുമ്പിനും ആളെ അറിയാമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ആ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആചരിക്കാനുള്ളതാണ്. അതിൻ്റെതായ ഗുണങ്ങളും നമ്മിൽ എത്തിച്ചേരും. എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ അനുകമ്പയും കാരുണ്യവും എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും അഹിംസാ വ്രതം ആചരിക്കാൻ സാധിക്കട്ടെ. ഗുരുവിൻ്റെ അത്ഭുതങ്ങളും ചരിതങ്ങളും ഒക്കെ ഇനിയും നമുക്ക് കേൾക്കാനും അതൊക്കെ ഉൾക്കൊള്ളാനും സാധിക്കട്ടെ. അതിനൊക്കെ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് അനുകമ്പാമൂർത്തിയായ ആ മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുരുധർമ്മം വിജയിക്കട്ടെ.